ഇതാണ് നെല്ലിക്കാപ്പുളി. അപ്പം ചില സ്ഥലങ്ങളിൽ ഇതിന് അരിനെല്ലിക്ക എന്നൊക്കെ പറയും. നെല്ലിക്കാപ്പുളി എന്ന് പറഞ്ഞ പുളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പുളിയാണ് കേട്ടോ. ഇതിനൊരു പുളി കലർന്ന മധുരമാണ്. പിന്നെ ഇത് തൈ നട്ട് കഴിഞ്ഞാൽ കുരു പാകി മുളപ്പിച്ച തൈകളാണ് അധികവും നടാറ്. നട്ട് കഴിഞ്ഞാൽ കുറേ നാൾ വേണം ഇത് കായ്ച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിത് ചാക്കിലാണ് നട്ടിരുന്നത് കണ്ട. അപ്പോൾ ചാക്കൊക്കെ ഇപ്പോൾ ദ്രവിച്ച് പോയി ചാക്കിൽ നിന്ന് തന്നെ വലുതായി വന്നതാണ്. ഒരു 7 വർഷം കഴിഞ്ഞ് നട്ടിട്ട് 10 രൂപ കൊടുത്ത് തൈ മേടിച്ച് നട്ടതായിരുന്നു. പക്ഷേ 7 വർഷം വരെ ഇത് ഇങ്ങനെ നിൽക്കണേരുന്ന്. ഇപ്പോഴാണിത് കായ്ച്ചത്. അപ്പോൾ ഞാൻ കായ്ച്ച വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാനായിട്ടാണ് കണ്ട. നിറച്ച് കായ്ച്ച കിടക്കണേണ്. അപ്പോൾ നെല്ലിക്കാപ്പുളിയുടെ മരമൊക്കെയെന്ന് പറയുമ്പോൾ എൻ്റെ നിന്ന് പോയിക്കൊണ്ട് പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു നെല്ലിക്കാപ്പുളിയൊക്കെ. പറമ്പുള്ള എല്ലാ പറമ്പുകളിലും വെച്ച് പിടിപ്പിച്ചതാണ് നെല്ലിക്കാപ്പുളിയൊക്കെ. നെല്ലിക്കാപ്പുളിയൊക്കെ ഉപ്പിലിട്ടൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിക്കുമായിരുന്നു. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഉപ്പിലിട്ട് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് വെറുതെ ആയാലും കഴിക്കാം. നല്ല പുളി കലർന്ന മധുരമാണെന്ന് പറഞ്ഞല്ല, നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ ഈ തണ്ടുമല്ലി ഇത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ തൊട്ടാൽ മതി താഴേക്ക് വീഴോട്ടാ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കണ്ട നേരിയ ഒരു തണ്ടുമലാണ് ഈ പുളി നിൽക്കണത് കണ്ട. അപ്പം നമ്മൾ ഈ കമ്പുമലൊക്കെ മുട്ടിയാൽ കണ്ട ഇതേപോലെ താഴേക്ക് വീഴും കണ്ട. ഒട്ടും തന്നെ ഈ ബലമില്ലാത്ത ഇതുകളാണ് നെല്ലിക്കാപ്പുളിയുടെ ഈ കായയുടെ അടിയിലുള്ള തണ്ട് കണ്ട. പിന്നെ ഇത് നമ്മൾ ചെമ്മീപ്പുളിയുടെ ഇല പോലെയാണ് ഇലകളൊക്കെ ഇരിക്കണത്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് നെല്ലിക്കാപ്പുളി മരം വച്ചിട്ട് കായ്ക്കണില്ലെന്ന്. കായ്ക്കാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. വർഷത്തിൽ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുക. കാരണം പണ്ട് കാലത്തൊക്കെ നമുക്ക് വളങ്ങളൊന്നും ഇടണ്ടായിരുന്നു ഈ നെല്ലിക്കാപ്പുളി പോലുള്ള മരങ്ങളൊക്കെ നട്ടതിന്. പക്ഷെ ഇപ്പം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് കായ്ച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ നെല്ലിക്കാപ്പുളി മരം കായ്ക്കാണ്ട് നിൽക്കണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് എല്ലുപൊടി അല്ലെങ്കിൽ സെറാമിയിലൊക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് ബയോ പൊട്ടാഷ്യം കൂടി ഇട്ട് കൊടുത്തു. ഇട്ടപ്പോൾ നന്നായിട്ട് പുളി നമുക്ക് കായ്ച്ച് കിട്ടും. ഇപ്പോൾ ഈ സമയത്താണ് ഈ പുളി കായ്ച്ച് എടുക്കുന്ന ഒരു ടൈം. അപ്പോൾ നമ്മുടെ പറമ്പിൽ അധികം സ്ഥലം വേണ്ട കണ്ട. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുറഞ്ഞ സ്ഥലം മതി നെല്ലിക്കാപ്പുളി മരം വളർത്താനായിട്ട്. നമുക്കിപ്പോൾ ഒരു മതിലിൻ്റെ അരികിലോ അല്ലെങ്കിൽ ഒരു മൂലയിലൊക്കെ നട്ട് വളർത്തിയാൽ മതി. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണോട്ടെ നെല്ലിക്കാപ്പുളി മരം നടാനായിട്ട്. എങ്കിൽ മാത്രമേ കായ്ക്കുള്ളൂ. തണലുള്ള സ്ഥലമാണെങ്കിൽ കായ്ക്കാൻ കുറച്ച് നാളുകൾ എടുക്കും. പിന്നെ ഇത് ഒട്ടും ബലമില്ലാത്ത മരമാണ് കേട്ടോ. നമുക്ക് ഈ പുളിമരത്തുമ്മൽ നമ്മൾ അധികം ഇത് പൊക്കത്തിൽ ഉയരത്തിൽ വിടരുത്. കാരണം നമുക്കിത് പറിച്ചെടുക്കണമല്ലോ. അപ്പോൾ നമുക്കിത് കയറാനൊന്നും പറ്റൂല. നെല്ലിക്കാപ്പുളി മരം പെട്ടെന്ന് ഒടിയണ മരമാണ്. അപ്പോൾ എപ്പോഴും ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് പൊട്ടിക്കണ രൂപത്തിൽ നിർത്തിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുകളിലൊക്കെ കിടക്കണ പുളിയൊക്കെ നമ്മൾ തോട്ടി വെച്ചൊക്കെ പൊട്ടിക്കുമ്പോൾ മൂത്തതും മൂക്കാത്തതൊക്കെ നിലത്തേക്ക് വീഴുമല്ലോ. നമുക്ക് കൈയെത്തണ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് മൂത്തത് നോക്കി എപ്പോഴും പറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ കിളികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് പുളി കാരണം കിളികളും അണ്ണാനൊന്നും തിന്നൊന്നുമില്ല. എല്ലാം നമുക്ക് തന്നെ കിട്ടും. പിന്നെ മൂത്ത പുളികൾ താഴേക്ക് വീഴും. ഇപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വീഴും. അപ്പം നമുക്ക് പൊട്ടിക്കാനൊന്നും ഒരു പ്രയാസമൊന്നുമില്ല നെല്ലിക്ക പുളി ഉണ്ടായിക്കഴിഞ്ഞാൽ. പിന്നെ ഇത് നന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുളിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ പുളിയൊക്കെ കഴിക്കാൻ കിട്ടുള്ളൂ. കാരണം കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടാത്തൊരു പുളിയാണ് നെല്ലിക്കാപ്പുളി. അപ്പോൾ സ്ഥലമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു നെല്ലിക്കാപ്പുളി മരമൊക്കെ വെച്ച് പിടിപ്പിക്കുക. അധികം സ്ഥലം വേണ്ട. ഡ്രമ്മിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനുള്ളൂ നെല്ലിക്കാപ്പുളി മരം. കായ്ച്ച് കിടക്കണത് ഒരു പ്രത്യേക ഭംഗിയാണ്ട. തണ്ടുമ്മൽ കണ്ട ഈ തണ്ട് നിറച്ച് കായ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഇലകൾ കണ്ട ഈ ഇലകളുടെ അടിയിലൊക്കെ പൂക്കളാണ് കണ്ട. ഈ ഇല കൊഴിഞ്ഞ് പോയിട്ടൊക്കെ പുളിയാവും കണ്ട. ഇലയമൽ കായ്ച്ച് കിടക്കണ അടിയിലെ. അപ്പോൾ ഇലയില്ലാണ്ട് കായ്ക്കും ചില സ്ഥലത്ത് ഈ പുളി മരമൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് നെല്ലിക്കാപ്പുളി നമുക്കൊന്ന് വിളവെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പുളി വിളവെടുക്കാം. പണ്ട് ഇതൊക്കെ പാകമായി കിടക്കണ പുളികളാണ്. നമുക്കതൊക്കെ വിളവെടുക്കാം.
കണ്ട നിലത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നമ്മൾ പറിക്കുമ്പോൾ താഴേക്ക് വീഴണ്ട. അതല്ല കൊലകളായിട്ടാണ് മുന്തിരി കൊലകൾ പോലെയാണ് ഇത് കാഴ്ച കിടക്കണത്. അപ്പം കണ്ട നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പൊട്ടിച്ചിട്ടാൽ മതി മൂക്കണതൊക്കെ. നമ്മുടെ വീട്ടിൽ ഇതേപോലെ പുളികളൊക്കെ ഉണ്ടായി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഇത് വിളവെടുക്കുമ്പോഴൊക്കെ. ഇത് കഴിക്കണേക്കാൾ കൂടുതൽ നമ്മൾ ഇത് ഉണ്ടായി കിടക്കണ കാണാനും അതേപോലെ തന്നെ നമുക്കിത് വിളവെടുക്കുമ്പോഴൊക്കെയാണ് നല്ല സന്തോഷം. കണ്ടപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ നമുക്ക് പൊടിച്ചാൽ മതി. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. വേണ്ട ഇത് നല്ല മൂത്തട്ടൊക്കെ ഉണ്ടാ കഴിച്ചു നോക്കാം. നല്ല പുളി കലർന്ന മധുരമാണ് നെല്ലിക്കാപ്പുളിക്ക്. അപ്പം നെല്ലിക്കാപ്പുളിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾ നെല്ലിക്കാപ്പുളിയുടെ മരങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ചാക്കില നട്ടിരിക്കണേന്ന്. അപ്പോൾ കണ്ട ചാക്കില നട്ടിരുന്നത്. അപ്പോൾ ഇപ്പം ആ ചാക്കിൽ നിന്നാണ് ഇത് വലുതായി വന്നത്. ഞാനപ്പോൾ പല പ്രാവശ്യം നെല്ലിക്കാപ്പുള്ളിയുടെ മരം ഇവിടെ നട്ടിട്ടുണ്ട്. ഇതുവരെ കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് പ്രാവശ്യം പല സ്ഥലത്തു നിന്നൊക്കെ മേടിച്ച് വെച്ചിരുന്ന് കായ്ച്ചിട്ടുണ്ടായില്ല. അപ്പോഴാണ് ഞാൻ ചാക്കിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചാക്കിൽ നിന്ന് വളർന്ന പുളിമരമാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളും ഈ നെല്ലിക്കാപ്പുളി മരത്തിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത് ഒന്നും കൂടെ നേരത്തെ കായ്ച്ചാനായിരുന്നെന്ന്. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റുള്ള പുളിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും നെല്ലിക്കാപ്പുളി മരമൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.